ജാലവിദ്യാ പരിപാടികൾ കഴിഞ്ഞ് ഇന്ന് ബഹ്റിനിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ അതിൻ്റെ ആഹ്ലാദം മനസ്സിൽ അലതല്ലുമ്പോൾ അനുഭവങ്ങളിലെ ചില അധ്യായങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ തുറന്നിടാമെന്ന് കരുതി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ഞാൻ ബഹ്റിനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സും ശരീരവും നീറിപ്പുകയുകയായിരുന്നു. ആയിരങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഫയർ എസ്കേപ്പ് ആക്ട് വിതച്ച ദുരന്തം. തിരുവനന്തപുരത്ത് വൻ വിജയത്തോടെ അരങ്ങേറിയ ജാലവിദ്യ ബഹ്റിനിൽ വീണ്ടും അരങ്ങേറുമ്പോൾ വിധിക്കപ്പെട്ടത് അപകടമായിരുന്നു. തലകീഴായി 40 അടി ഉയരത്തിൽ ക്രെയിനിൽ തൂങ്ങിക്കിടക്കുമ്പോഴും നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി പൂട്ടുകൾ അഴിച്ചെറിയുമ്പോഴും പിഴച്ചിരുന്നില്ല. എന്നാൽ മണ്ണെണ്ണയ്ക്ക് പകരം പെട്രോൾ, വൈക്കോലിന് പകരം കുതിരപ്പുല്ല്. കണക്കുകൂട്ടലുകൾ പിഴച്ചത് അവിടെയാണ്. അമേരിക്കൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. അതോടുകൂടി കഴിവില്ലാത്ത കലാകാരനെന്ന് ബഹ്റിൻ വിധിയെഴുതി. 20 വർഷങ്ങൾക്ക് ശേഷം ബഹ്റിൻ നാഷണൽ ഡേയോടനുബന്ധിച്ച് കേരളീയ സമാജം ഒരുക്കിയ വേദിയിൽ നിറഞ്ഞ സദസ്സിന് മുമ്പാകെ നിറഞ്ഞാടി നാട്ടിൽ ഇന്ന് തിരിച്ചെത്തുമ്പോൾ അതിരില്ലാത്ത ആഹ്ലാദമാണ് മനസ്സിൽ. ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ വേദി വിടാറുള്ള ബഹ്റിൻ ക്യാപിറ്റൽ ഗവർണർ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മുഴുവൻ ജാലവിദ്യകളും കണ്ട് വേദിയിൽ വന്ന് അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ഞാൻ ഓർത്തത് ഇതായിരുന്നു. അന്നത്തെ പരാജയത്തെ തുടർന്ന് ചുറ്റും കൂടിയ ആൾക്കൂട്ടം കഴിവില്ലാത്ത കലാകാരനാണെന്ന് മുദ്രകുത്തിയപ്പോൾ അരങ്ങൊഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ അഭിമാന നിമിഷം അനുഭവിച്ചറിയുവാൻ എനിക്കാകുമായിരുന്നു. ഇല്ല, ഒരു പരാജയവും അവസാനത്തെ പതനമല്ല. അങ്ങ് ദൂരെ നമ്മളെ കാത്തിരിക്കുന്ന മഹത്തായ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ് അത്. അതുകൊണ്ട് പിന്തിരിയാതെ നാം മുന്നേറിയേ പറ്റൂ. കഥയിൽ പറയുന്നത് പോലെ പടുകുഴിയിലേക്ക് വീഴുമ്പോഴും സർവ്വശക്തിയും സംഭരിച്ച് നാം ഉയർന്നെഴുന്നേൽക്കണം. എന്നിട്ട് സ്വന്തം മനസാക്ഷിയോട് പറയണം, ഇതും കടന്നുപോകും. ബഹ്റിൻ തിരിച്ചു വിളിക്കാൻ 2 പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു എനിക്ക്. ഇതിനിടയിൽ 53 രാജ്യങ്ങളിൽ ജാലവിദ്യാ പരിപാടികൾ നടത്തി. പല രാജ്യങ്ങളിലും പലതവണ പോയി. പക്ഷേ ബഹ്റിന് മാത്രം എന്നിലെ കലാകാരനിൽ വിശ്വാസമില്ലായിരുന്നു. അതങ്ങനെയാണ്. ഒരു കറുത്ത പാട് വീണാൽ അത് മാഞ്ഞു പോകുവാൻ വർഷങ്ങളെടുക്കും. അതുകൊണ്ട് ചെളി പുരളാതെ ഓരോ കാൽപാദങ്ങളും പതിച്ചു വെക്കുവാനുള്ള ഉത്തരവാദിത്വവും അവനവനിൽ തന്നെ നിക്ഷിപ്തമാണ്. ബുദ്ധൻ പറഞ്ഞ അതിമനോഹരമായൊരു കഥയുണ്ട്. ഒരു മഞ്ഞുതുള്ളി പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒഴുകി തുടങ്ങുകയായിരുന്നു. അത് അത്രമാത്രം പരിശുദ്ധയായിരുന്നു. പോരുന്ന പോക്കിൽ അത് പല കാഴ്ചകളെ കണ്ടു. പൂക്കളെ കണ്ടു, പുൽക്കൊടികളെ കണ്ടു. അവരോടെല്ലാം കൂട്ടുകൂടി അരുവിയിൽ ഒരുവളായി അവൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആ പോക്കിലാണ് സർവ്വമാലിന്യങ്ങളും കുത്തിയൊഴുകുന്ന ഒരു ചെളിക്കുണ്ട് കണ്ടത്. വെറുതെ ഒരു തമാശയ്ക്ക് ആ മഞ്ഞുതുള്ളി അതിനകത്തൊന്ന് കയറിയിറങ്ങി. അതോടുകൂടി അതിന്റെ നിറം മാറി. നിറം മാറിയ ആ ചെളിവെള്ളത്തുള്ളി പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു തോർന്നൊരു സന്ധ്യയ്ക്ക് ഒരു ഇലയുടെ അറ്റത്ത് തൂങ്ങി നിൽക്കുന്ന മറ്റൊരു വെള്ളത്തുള്ളിയെ കാണുന്നു. ആ വെള്ളത്തുള്ളിയോട് ഈ ചെളിവെള്ളത്തുള്ളി ചോദിച്ചു, നീ എങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ സുന്ദരിയായിരിക്കുന്നത്? എന്നിൽ കളങ്കമേറ്റിരിക്കുന്നു, ഇനി ഞാൻ എന്തു ചെയ്യും എന്ന്. ആ മഴവെള്ളത്തുള്ളി ഈ ചെളിവെള്ളത്തുള്ളിയോട് പറഞ്ഞു, നിന്നിൽ കളങ്കമേറ്റിരിക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ്. കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. ചെളിക്കുണ്ടിലേക്ക് പോകാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഇനിയും നിരാശതയരുത്. മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുക. കാലം നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ വിജയം അങ്ങ് ദൂരെയുണ്ട്. അതുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതും കടന്നുപോകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഏറ്റ പൊള്ളലിന്റെ കരിവാളിപ്പ് മാറാൻ 2 പതിറ്റാണ്ടുകളായി ഞാൻ ഒഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനിടെ എത്രയെത്ര അത്ഭുതങ്ങൾ തീർത്തു. ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയങ്ങൾക്കൊന്നും അന്ന് ഏറ്റ കറുപ്പിനെ തുടച്ചു മാറ്റാൻ പ്രാപ്തിയുണ്ടായിരുന്നില്ല. ഓരോ വിജയത്തിന്റെ ഒടുവിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നു, അന്ന് ഇവിടുന്ന് പരാജയം ഏറ്റുവാങ്ങിയ ആൾ. നമ്മൾ അങ്ങനെയാണ്. വിജയങ്ങൾ ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്കിഷ്ടം പരാജയങ്ങൾ പറഞ്ഞു പരത്താനാണ്. മറ്റൊരാൾ വിജയകിരീടം അണിയുന്നത് കാണുന്നതിനേക്കാൾ നമ്മുടെ അതിബോധ മനസ്സ് കൊതിക്കുന്നത് അയാൾ തകർന്നടിയുന്നത് കാണാനാണ്. അതുകൊണ്ട് ഓരോ ചുവടിലും നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ചെളി പുരളാതെ പവിത്രമായി ജീവിച്ചു തീർക്കുന്നത് എളുപ്പമല്ല. പടുകുഴിയിലേക്ക് വീണാൽ ഉയർന്നെഴുന്നേൽക്കാനും എളുപ്പമല്ല. നമുക്ക് ചുറ്റും ചെളിക്കുണ്ടുകളും ചതിക്കുഴികളുമുണ്ട്. നാം പോലും അറിയാതെ അതിനകത്തേക്ക് വഴുതി വീണേക്കാം. അതുകൊണ്ട് ജാഗ്രത, ജാഗ്രത.